നുഴഞ്ഞുകയറ്റക്കാരെ നേരിടാനായിട്ട് ഇന്ത്യയും കർശനമായ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ ട്രംപ് എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇനി ഇന്ത്യയും നീങ്ങും. വലിയ നിലവിളി ഉണ്ടാവില്ലേ? അതെ, നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്ത വന്നില്ല. ഈ വഖഫ് ബില്ലിൻ്റെ പേരിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായല്ലോ. ചില ആളുകൾ ഇങ്ങനെ നിലവിളി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനാണ് വഖഫ് ബില്ല്, എനിമി പ്രോപ്പർട്ടി ആക്ട് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ദാ ട്രംപ് ചെയ്യുന്ന നടപടി ലോകത്ത് ആർക്കും അതിനെ തള്ളി പറയാൻ പറ്റില്ല. കാരണം എല്ലാ രാജ്യത്തും അവർക്ക് സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, തങ്ങളുടെ രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറി വരുന്ന ആളുകളെ നിയമപരമായി നേരിടുക എന്നുള്ള ആ രാജ്യത്തിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അമേരിക്കൻ നിയമപ്രകാരം അമേരിക്കയിലേക്ക് യാത്രാരേഖകളില്ലാതെ വിസ ഇല്ലാതെ വന്നാൽ കുറ്റമാണ്, ക്രിമിനൽ കുറ്റമാണ്. അതാണ് അമേരിക്കയിലെ നിയമം. നമ്മുടെ രാജ്യത്തും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത് അത്ര കർശനമായി പാലിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു കണക്ക്, അനൗദ്യോഗിക കണക്ക് പറയുന്ന ഘട്ടം നമ്മൾ ഞെട്ടിപ്പോകും. 10 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറഞ്ഞത്. 10 കോടി ഇന്ത്യയിൽ. അപ്പോൾ 10 കോടി ആളുകൾ നമ്മുടെ വിഭവങ്ങൾ എത്രമാത്രമാണ് ചൂഷണം ചെയ്യുന്നത്. അവരുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഈ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി വന്നിട്ട് ഇവിടെ വ്യാജരേഖ ഉണ്ടാക്കി ഇവിടെ പ്രോപ്പർട്ടി വരെ വാങ്ങുക, സ്വത്തുക്കൾ വാങ്ങുക, കല്യാണം കഴിച്ച് താമസിക്കുന്നു, വീട് വെച്ചിട്ട് വീട്ടുപേരൊക്കെ ഇട്ട് അവരുടെ സ്വന്തം പേരിൽ വസ്തു വാങ്ങുക. ഒരു ഇന്ത്യക്കാരല്ല. അപ്പോൾ അത്രയും ഗുരുതരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്തും മാറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താ വേണ്ടത്? ഇവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ നിലവിലുള്ള നിയമം അത്ര പര്യാപ്തമല്ലെന്ന് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് മോദി സർക്കാർ ഇപ്പോൾ നടക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ, ഇപ്പോൾ ഈ വഖഫ് ബില്ല് ടേബിൾ ചെയ്യുമെന്ന് കരുതുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഒരു പുതിയ നിയമം വരാൻ പോവുക. ഈ നിയമത്തെക്കുറിച്ച് കേരളത്തിൽ ആരും കേട്ടിട്ടില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വിദേശത്തുനിന്ന് വരുന്ന ആളുകളോട് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് ഓടി വരുന്ന പാവങ്ങളെ ഇവിടെ സംരക്ഷിക്കണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു മഹാനായ നേതാവ് പറഞ്ഞു കൊടുക്കുന്നില്ലേ? അതെ, എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ ആളുകൾക്ക് നിലവിളിക്കാം. ഇവിടെ വേണം മാധ്യമങ്ങളിൽ അടുപ്പൂട്ടി ചർച്ച നടത്താം. അവർ മനുഷ്യരല്ലേ, റോഹിംഗ്യക്കാർ അവർ മനുഷ്യരല്ലേ, സാധുക്കളല്ലേ, അവർക്ക് എവിടെയെങ്കിലും താമസിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് നിലവിളിക്കാൻ പറ്റുന്ന ഒരു നിയമം വരുന്നുണ്ട്. എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025. ഇപ്പോൾ വിതിൻ ഡേയ്സ്, ദിവസങ്ങൾക്കുള്ളിൽ പാർലമെൻറ്റ് വരാൻ പോവുക. ആ നിയമത്തെക്കുറിച്ചൊന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഭീകര ദംഷ്ട്രകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിലവിളിക്കാം. അതായത് ഒരു വിദേശി അവൻ്റെ പക്കൽ പാസ്പോർട്ട് ഇല്ലാതെ, വിസ ഇല്ലാതെ ഇവിടെ വന്നാൽ 5 വർഷം ജയിൽ ശിക്ഷ, കൂടാതെ 5 ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ വീണ്ടും ജയിൽ ശിക്ഷ. പുതിയ നിയമത്തിലെ വ്യവസ്ഥയാണ്. ഇനി വരുന്നവൻ വ്യാജ പാസ്പോർട്ടും വ്യാജ വിസയും ഉണ്ടാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ അത് 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. 10 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ പിന്നെയും ചെയ്യും. അതായത് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് പോലെ വണ്ടിയെ കയറ്റി തിരിച്ചിങ്ങോട്ട് വിടുന്നില്ല, പകരം ജയിലിലിടാൻ പോവാണ്. എന്നിട്ട് പൈസ മേടിക്കും, പിഴ അടയ്ക്കും. പിഴ അടച്ചില്ലെങ്കിൽ വീണ്ടും ജയിലിൽ കിടക്കണം. അപ്പോൾ നമുക്ക് ഡിപ്പോർട്ടേഷൻ മാത്രമല്ല ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്, വണ്ടിയെ കെട്ടി അങ്ങ് വിട്ടാൽ പോരെ. അപ്പോൾ നിങ്ങൾ പറയും നീ പറയാൻ പോകുന്നില്ല, നോക്കൂ അമേരിക്ക എത്ര മനുഷ്യത്വപരമായാണ് പെരുമാറുന്നത്. അവിടെ വിസയോ യാത്രാരേഖകളോ ഇല്ലാതെ വന്നാൽ അവർ സൈനിക വിമാനത്തിലാണെങ്കിലും കെറ്റി വിട്ടില്ലേ. നിങ്ങൾ ഈ പാവപ്പെട്ട ബംഗ്ലാദേശികളെ, റോഹിംഗ്യൻസിനെ എന്തിനാണ് ജയിലറയ്ക്കുള്ളിൽ, ഇരുമ്പടികൾക്കുള്ളിൽ, ഇരുട്ടുമുറിയിൽ അടയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വേണമെങ്കിൽ ബഹളം വെക്കാൻ പറ്റുന്നവർക്ക് അവസരമുണ്ട്, തെരുവുകളുണ്ട്. തെരുവിലിറങ്ങിയ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നവരെ കണ്ടറിയണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നോക്കാൻ 4 നിയമങ്ങളുള്ള. ഒന്ന് ഫോറിനേഴ്സ് ആക്ട് 1946, 2 പാസ്പോർട്ട് ആക്ട് 1920, രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് 1939, എമിഗ്രേഷൻ ആക്ട് 2000. ഇങ്ങനെ 4 നിയമങ്ങളുള്ളത്. അതിൽ ആദ്യത്തെ 3 നിയമങ്ങൾ ഞാൻ പറഞ്ഞ വർഷം ശ്രദ്ധിച്ചോ. ഒന്ന് ഫോറിനേഴ്സ് ആക്ട് ഉണ്ടായത് 1946, പാസ്പോർട്ട് ആക്ട് ഉണ്ടായത് 1920, രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് ഉണ്ടായത് 1939. അവസാനം പറഞ്ഞ എമിഗ്രേഷൻ ആക്റ്റാണ് 2000 ഉണ്ടായത്, 25 വർഷം മുമ്പ്. ബാക്കിയുള്ളവർക്ക് എപ്പോഴാണ് ഉണ്ടായത്? സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് ഉണ്ടാക്കിയ നിയമമാണ് ഇപ്പോഴും ഉള്ളത്. ഇതുവരെ ഒരു സർക്കാരും മാറ്റിയിട്ടില്ല. അപ്പോൾ കാലാനുചിതമായ ഒരു പരിഷ്കാരം. അതുകൊണ്ടാണ് കണ്ട അണ്ടനും അടകോടനും ധൈര്യമായിട്ട് ഇന്ത്യ കയറി ഇവിടെ പെറ്റുവരുകാനും ഇവിടെ പൊറുക്കാനും ഇവിടുത്തുകാരനാണെന്ന് ഭാവിച്ച് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ കൊള്ളയടിക്കാനും ഇവിടെ അക്രമവും കൊള്ളയും ഒക്കെ നടത്തിയിട്ട് സുഖമായി അവൻ്റെ രാജ്യത്തേക്ക് രക്ഷപ്പെടാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനു മുമ്പുള്ള ഒരു സർക്കാരും തൊടാത്ത
3 നിയമങ്ങൾ 946 ഫോറിനേഴ്സ് ആക്റ്റും 20 പാസ്പോർട്ട് നിയമവും രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് 939 മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിട്ട് പുതിയ നിയമം വരികയാണ്. എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ എന്ന പേരിൽ അത് ഈ സെഷനിൽ വരാൻ പോവാണ്. അപ്പോൾ ഇതിനെല്ലാം നിലവിലുള്ള ഈ 4 നിയമങ്ങളെയും മറികടക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ നിയമം വരുന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കുറേ ഈ ബില്ലിൽ മറ്റു ചില വ്യവസ്ഥകളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ, ഇപ്പം മാൽദ്വീപ്സിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അതെ, ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവിടെ വന്ന് അവർ പാസ്പോർട്ടൊക്കെ എടുത്ത് വരുന്നു. അവർക്ക് പാസ്പോർട്ടുണ്ട്, വിസ എടുത്ത് ഇന്ത്യയിലേക്ക് വരുന്നു, ചികിത്സയ്ക്ക് വരുന്നു. എന്നിട്ട് ഒരുപാട് ആളുകൾ ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ഈ ഇങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ സർവകലാശാലകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിയമം മൂലം ഇനി വ്യവസ്ഥയാണ്, സർവകലാശാലകളിൽ ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോം ഫില്ല് ചെയ്ത് കേന്ദ്ര സർക്കാരിനെ കൃത്യമായി അറിയിക്കണം. അറിയിച്ചില്ലെങ്കിൽ ഈ സർവകലാശാലകൾക്ക്, ഈ സ്ഥാപനങ്ങൾക്ക് പിടിവീഴും. അതുകൂടാതെ ഇത് ഇപ്പം മാലിയിലെ കാര്യം തന്നെ അറിയാം. മാൽദ്വീപ്സിൽ നിന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിനാണെന്നറിയാം? ചികിത്സയ്ക്ക് വേണ്ടി വരാൻ തിരുവനന്തപുരത്ത് മാലി ഹോട്ടൽ പോലും ഉണ്ട്, മാലിക്കാർ വന്ന് താമസിക്കുന്ന ഹോട്ടൽ പോലും ഉണ്ട്. അപ്പോൾ മാൽദ്വീപ്സിൽ നിന്ന് വരുന്ന ആളുകൾ ചികിത്സിക്കുന്ന ആശുപത്രികൾ, നഴ്സിംഗ് ഹോമുകൾ, മറ്റാരോഗ്യ കേന്ദ്രങ്ങൾ, ഇവരും ഇനി മുതൽ അവിടെ ഏതെല്ലാം, മാൽദ്വീപ്സ് മാത്രമല്ല, വിദേശികൾ ചികിത്സയ്ക്ക് വരുന്ന ആശുപത്രികൾ, നഴ്സിംഗ് ഹോമുകൾ, മറ്റാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഏതെങ്കിലും വിദേശി എവിടെ വന്നാൽ ആരെ അറിയിക്കണം? സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെ അറിയണം. അപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതായത് കൊടുക്കണം. നമ്മുടെ നാട്ടിലൊന്നുമില്ല. ഇവിടേക്ക് എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ കിട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെക്കുറിച്ച് ആർക്കും അറിയില്ല. അവനോട് പഠിക്കുന്നുണ്ടോ, പഠനം കഴിഞ്ഞ് തിരിച്ചു പോയോ, എന്താ ചെയ്യുന്നതെന്നും ഇതൊക്കെ നോക്കേണ്ട ശരിക്കും കേരളത്തിലാണ്. ഇപ്പോൾ കേരളത്തിലേക്കാണ് വരുന്നത്. കേരള സർക്കാരിന് ഒരു ബാധ്യതയുണ്ട്. ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇവിടെ വരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, അവർ എവിടെയാണ്, അവരുടെ വേറെ ബോട്ട്സ് എവിടെയൊക്കെയാണ്, ഇതൊക്കെ നോക്കേണ്ടതാണ്. ഇതിനുള്ള മെക്കാനിസം ഇല്ലാത്തതുകൊണ്ട്, ഇത് ഇൻസിസ്റ്റ് ചെയ്യാൻ ശക്തമായ ഒരു ഭരണകൂടം ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതും മാറാൻ പോവാണ്. ഇനി വന്നിട്ട് ഓവർ സ്റ്റേ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ 1 മാസത്തെ വിസയ്ക്ക് വന്നു, 1 മാസം കഴിഞ്ഞിട്ട് പോകുന്നില്ല. പോകാതിരുന്നാൽ ഇപ്പോൾ ചെയ്തെന്നറിയോ? കണ്ടെത്തിയാൽ, അണ്ടർലൈൻഡാണ്, കണ്ടെത്തിയില്ലെങ്കിൽ അവനിവിടെ കഴിയും. ഇപ്പോൾ ഒരു സായിപ്പ് ഇവിടെ വന്നിട്ട് അയാൾ ഇവിടെ താമസിക്കുക, നമ്മൾ വഴി കൂടെ പോകുന്ന സായിപ്പെ കണ്ട് ആരാ ചോദിക്കാറുള്ളത്? ചേട്ടൻ്റെ വിസ കഴിഞ്ഞോ, ചേട്ടൻ്റെ വിസ പീരീഡ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുക. ഇതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാനുള്ള മെക്കാനിസം ചോദിക്കാം. അധിക ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചോദിക്കുന്നില്ല. പോലീസിന് വേണം അന്വേഷിക്കാം. പക്ഷേ ഇതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഇൻസൾട്ട് ചെയ്തൊന്നാവും. പക്ഷേ ഇതൊരു സിസ്റ്റം വരികയാണ്, അത് നിയമം. പക്ഷേ ഇവർക്കറിയാം ഇന്ത്യ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കര ലൂസാണ് എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി വിസ കഴിഞ്ഞിട്ട് ഓവർ സ്റ്റേ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ വണ്ടിയെ കയറ്റിവിടൽ മാത്രമല്ല, 3 വർഷം തടവ്, 3 ലക്ഷം രൂപ പിഴ. അപ്പോൾ 30 ദിവസത്തെ വിസയാണെങ്കിൽ 30-ാം ദിവസം വൈകുന്നേരം ഇവിടുന്ന് വണ്ടി വിട്ടണം. വേണമെങ്കിൽ പറയാം ഇതൊക്കെ നമ്മുടെ ടൂറിസത്തെ ബാധിക്കും, ദോഷകരമായി ബാധിക്കും എന്നൊക്കെ പറയാം. പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയല്ലേ പ്രശ്നം. അതെ, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊരാൾ വന്നു, അമേരിക്കയിൽ നിന്നൊരാൾ വന്നു, ബ്രിട്ടനിൽ നിന്നൊരാൾ വന്നു, അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് വന്നു. അയാൾക്ക് 30 ദിവസം കഴിഞ്ഞ് ഇന്ത്യ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അയാൾ അവിടെ വരുന്നവർ ടൂറിസ്റ്റുകളായിട്ടാണ് വരുന്നത്, ഇന്ത്യ കാണാനാണ് വരുന്നത്. അവനവിടെ ഇന്ത്യയെക്കാളും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ഇവിടെ പലരും പറയുന്ന പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ സംവിധാനങ്ങളിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ആര് വരാനാണ് ഈ ചാണക സംഖ്യകളുടെ നാട്ടിൽ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 30 ദിവസം കഴിഞ്ഞാൽ അവരൊക്കെ തിരിച്ചു പോയിക്കോളും. സായിപ്പന്മാരെ കൊണ്ട്, യൂറോപ്യൻസിനെ കൊണ്ട്, അമേരിക്കക്കാരെ കൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ പ്രശ്നമുള്ള ആരുടെയില്ല? മാൽദ്വീപ്സിൽ നിന്ന് വരുന്നവർ, ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർ, അല്ലേ? ഇങ്ങനെ വരുന്ന നുഴഞ്ഞുകയറ്റക്കാർക്കാണ് ഈ പ്രശ്നം. അപ്പം ശരിക്കും ഈ പറഞ്ഞ വേണമെങ്കിൽ പറയാം, സായിപ്പൊക്കെ വന്നാൽ കൃത്യമായി തിരിച്ചു പോകും. അവർക്ക് അവരുടെ രാജ്യമാണ് പ്രധാനം. അപ്പോൾ ഈ ബില്ല് ആരെ ലക്ഷ്യമിട്ടിട്ടാണ്? ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട, ന്യൂനപക്ഷങ്ങളെ സ്ഥിരമായി ജയിലടയ്ക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ അടുത്ത ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഈ ബില്ല് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാളെ തൊട്ട് സമരം ചെയ്തുകൂടെ? ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഇനി അടുത്തത്, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നറിയുമോ? ഇവരൊക്കെ ഈ നിയമം ലംഘിച്ച് ഇന്ത്യയിലേക്ക് വരുന്നവർ മനുഷ്യക്കടത്തൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്നൊക്കെ ബോട്ടുകളിലൊക്കെ വരുന്നവരുണ്ട്. ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെ അങ്ങനെ വരുന്നു, ബോട്ടുകൾ വരുന്നു. അത് ഇനി അവർ വരുന്ന കാരിയർ ഉണ്ടല്ലോ, അവരെ വഹിച്ചു കൊണ്ടുവരുന്ന ബോട്ട് അല്ലെങ്കിൽ വിമാനം, ഇതൊക്കെ കപ്പൽ, ഇതൊക്കെ ഇനിയിപ്പോൾ അതിന് വ്യവസ്ഥയുണ്ട്. അങ്ങനെ വരുന്ന സാധനങ്ങൾ പിടിച്ചെടുത്ത് കണ്ടുകെട്ടും.
അത് വിദേശ രാജ്യങ്ങളുടെ ആവില്ലേ? ഏത് രാജ്യങ്ങളുടെ ആണെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് അല്ല ബംഗ്ലാദേശിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൽ അനധികൃതമായിട്ട് ഇവിടെ വിസ ഇല്ലാത്ത ആളുകളെ ഇന്ത്യ കൊണ്ടിറക്കി. ചെയ്യാൻ പോകുന്ന ഇവന്മാരെ പിടിച്ച് ഈ നിയമപ്രകാരം അകത്തിടുന്നു കൂടാതെ ആ കൊണ്ടുവന്ന വിമാനം നമ്മൾ പിടിച്ചെടുക്കും. അത് വലിയ നീക്കമായിരിക്കും, വലിയ നീക്കമാണ്. അപ്പോൾ രാജ്യാന്തര തലത്തിൽ നമ്മളും അമേരിക്ക എടുക്കുന്നത് പോലെ അനധികൃത ഇല്ലീഗൽ മൈഗ്രൻസിനെതിരെ അതിശക്തമായ നടപടി ഇന്ത്യ എടുക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നിയമം വരുമ്പോൾ ഇതിനെ സർവാത്മന എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇതിനെ ആരെങ്കിലുമൊക്കെ എതിർക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. ഇത് തീർച്ചയായും ഇത് പതുക്കെയെങ്കിലും പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും പറയും. ഇത് ബംഗ്ലാദേശികളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെയുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണ്. മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി എന്നൊക്കെ പറയാം. പക്ഷേ സായിപ്പൊന്നും ഇവിടെ ഒന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് ഇതൊരു പ്രത്യേക ജനവിഭാഗത്തെ മനഃപൂർവ്വം ദ്രോഹിക്കാനുള്ള ബില്ലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാം. ഏതായാലും അതിശക്തമായ നടപടികളോടെ അതിശക്തമായ പല്ലും നഖവുമുള്ള ഒരു നിയമം ഇന്ത്യ ഉണ്ടാക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും നാളെ ആളുകളെ ചെങ്ങലക്കിട്ട് വിടും. പക്ഷേ നേരെ കയറ്റി വിടത്തില്ല. ജയിലിൽ കിടന്ന് ജയിൽവാസം കഴിഞ്ഞിട്ടേ വിടത്തുള്ളൂ. അപ്പം കുറച്ച് ആളുകൾ അത് കഴിയുമ്പോൾ പറയും ട്രംപ് എത്ര ഭേദം, മോദിയാണ് ഭീകരൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.